இசையும் மழை பாடும் பாடல்களும் ஒரு மௌனம் போல் இன்பம் தருமோ கோடி கீர்த்தனமும் கவி கோர்த்த வார்த்தைகளும் துளி கண்ணீர் போல அர்த்தம் தருமோ வெள்ளை பூக்கள் உலகம் எங்கும் மலர்கவே விடியும் பூமி அமைதிக்காக விடியவே மண்மேல் மஞ்சள் வெளிச்சம் விழுகவே மலரே சோம்பல் முறித்து எழுகவே குழந்தை விழிக்கட்டுமே தாயின் கதகதத்தில் உலகம் விடியட்டுமே பிள்ளையின் சிறு முதல் சிறப்பு வெள்ளை பூக்கள் உலகம் எங்கும் மலர்கவே விடியும் பூமி அமைதிக்காக விடியவே സാർ സാർ എനിക്കൊരു ഡൗട്ട്. ആക്ച്വലി ഇനി ഓഡീഷനൊക്കെ വെച്ച് പുതിയൊരു മോഡലിനെ ഹയർ ചെയ്യാമെന്ന് പറയുമ്പോൾ ഞങ്ങളത് ചിന്തിച്ചിരുന്നു. ആൻഡ് ഞാൻ ന്യൂ മോഡൽസ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ പഠിച്ചിറങ്ങിയവരെയല്ല, കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു 4 to 5 പ്രോജക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബട്ട് എങ്ങനെ നോക്കിയാലും ഓഡീഷനൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഷൂട്ടിങ് കുറച്ച് ലോങ് ആയി പോകും. ലൈക്ക് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. സോ ഞങ്ങൾ കുറച്ച് മോഡൽസിൻ്റെ നെയിംസ് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ചുള്ളവരെ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1 month തന്നെ എല്ലാം ക്ലിയർ ചെയ്യാം. ഓ ഓക്കെ സാർ. എനി മോർ ക്വസ്റ്റ്യൻസ്? നോ സാർ. ഓക്കെ. ജിമിൻ, എടാ ഇതിനൊരു കറക്ഷൻ വേണ്ടേ? എന്തോ ഒരു എററ് പോലെ. എററോ? നോക്കട്ടെ. ഇല്ലേ, എന്തോ ഒരു മിസ്മാച്ച്. റൈറ്റ്, എന്തോ ഒരു... ഓ, ഇത് മാർട്ടിൻ്റെ വർക്കാണല്ലോ. എൻ്റെയോ? യാ, ഇറ്റ്സ് യോഴ്സ്. അത് ഓ സർ, ഇത് യൂഞ്ചി ചെയ്ത വർക്കാ. ഇറ്റ്സ് ഓക്കെ. ഞാനിത് ഇന്ന് തന്നെ അവളെ കൊണ്ട് ക്ലിയർ ചെയ്യിപ്പിച്ചോളാം. whatever. ജിസു, ഈ ആഡ് ഷൂട്ടിങ്ങുമായിട്ട് നമുക്ക് കുറച്ച് ഫയൽസും വർക്ക്സും ഒക്കെ ഉണ്ട്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വരണം. ഓക്കെ സാർ. അല്ല, ഇനി നമുക്കൊന്നും ഡിസ്കസ് ചെയ്യാനില്ലല്ലോ. എന്നാൽ പിന്നെ മീറ്റിംഗ് നിർത്തിയേക്കാല്ലേ ജിമിൻ? മീറ്റിംഗ് നിർത്തിയേക്കാല്ലേ? ഓക്കെ, ദെൻ യു ഗൈസ് ക്യാൻ ഗോ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സർ. മാർട്ടിൻ, വെയിറ്റ്. ജിസു, യു ക്യാൻ ഗോ. ഓക്കെ സാർ. എന്താ സാർ? നത്തിങ്. സൈറ്റ് ട്വിസ്റ്റിംഗ് എന്തായെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഇനി വിത്തിൻ ഡേയ്സ് വി വിൽ സ്റ്റാർട്ട് ദ വർക്ക് ഓഫ് ആഡ്. സോ വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. സൈറ്റ് ട്വിസ്റ്റിങ്ങിന് ഞങ്ങൾ നാളെ തന്നെ പോകും സാർ. ബട്ട് ഗോഡൗണിലെ സൈറ്റ് ട്വിസ്റ്റിങ്ങിന് അലക്സും മാർട്ടിനും അല്ലായിരുന്നോ? ഇപ്പോൾ അലക്സ് ലീവല്ലേ, അപ്പോൾ ഒറ്റയ്ക്ക് പോവോ? അല്ല സാർ, ഞാൻ സാറിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അലക്സ് ഇല്ലാത്തത് കൊണ്ട് അലക്സിൻ്റെ വർക്ക്സും പിന്നെ ഈ സൈറ്റ് ട്വിസ്റ്റിങ്ങും ഒക്കെ യൂഞ്ചിയാണ് നോക്കുന്നത്.
അപ്പൊ നാളെ ഞാൻ ഈ യൂഞ്ചിയും കൂടെയാ പോകുന്നത്. ഓ ഓക്കെ. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളോ? ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ സാർ. സാർ എന്നാ ഞാൻ പൊക്കോട്ടെ? യു ക്യാൻ ഗോ. താങ്ക് യു സാർ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജിമിൻ, ഹാർട്ട് ബീറ്റിന് സ്പീഡ് കൂടുന്ന പോലെ തോന്നുന്നുണ്ടോ? ലൈക്ക് ഈ ചങ്കത്തത്തോ കല്ലെടുത്ത് വെച്ച പോലൊരു ഫീല്? അല്ല, ഈ മനസ്സിലുള്ള ഫീലിങ്സ് ഒന്നും പുറത്തു വിടാതെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നവരിൽ ഇങ്ങനെ ചില അവസ്ഥകളൊക്കെ കണ്ട് വരാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. നിനക്കങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, ഉണ്ടെങ്കിൽ പറയ്. എൻ്റെ പരിചയത്തിലൊരു നല്ല ഡോക്ടറുണ്ട്, നമുക്കൊന്ന് പോയി കാണാം. പിന്നെ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എനിക്കതൊക്കെയാ ഓർമ്മ വരുന്നത്. നിനക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. വാട്ട് യു മീൻ? ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉള്ളിലുള്ള ഫീലിങ്സൊക്കെ പിടിച്ചു വെക്കാതെ കുറച്ചൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തിറക്കി വിടണം. ഇല്ലെങ്കിൽ എല്ലാം കൂടെ പെട്ടെന്ന് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു സുനാമി വരുന്ന പോലെ ഇരിക്കും. അത് പിന്നെ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആൻഡ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഞാനൊരു ഫാക്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നീ ഇവിടെ നോക്കി പഠിപ്പിച്ചോണ്ടിരിക്കേ, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്. എന്നാ പിന്നെ പോട്ടെ. സാർ ഈ ഫയലും എടുക്കണോ? ഏയ് നോ, ഇപ്പൊ ഞാൻ തന്നിട്ടുള്ള ഫയൽസ് മാത്രം മതി. ആ ഓക്കെ സാർ. ആ പിന്നെ താൻ അഞ്ജലിയോട് എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വരാൻ പറ. ആ പറയാം സാർ. അഞ്ജലി, കെവിൻ സാറ് നിന്നോട് സാറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ എടി, സാറ് നിന്നോട് ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന്. ആടി, ഞാൻ കേട്ടു. ഞാൻ ഇത് തീർത്തിട്ട് പൊക്കോളാം, നീ പൊക്കോ. കുറച്ചു നേരം ആയല്ലോ അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. പോയി നോക്കണോ ഞാൻ? എത്രാമത്തെ ലെവലായി മാഡം? ലെവലൊന്നും ഞാൻ നോക്കിയില്ല. അയ്യോ, തോറ്റു. ശ്രദ്ധിച്ച് കളിക്കണ്ടേ അഞ്ജലി? തന്റെ റാങ്ക് താഴെ പോയാലോ? ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് കളിച്ചോ. അല്ലെങ്കിൽ തനിക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടില്ലല്ലോ. കളിക്ക്. സോറി സാർ. എന്തിനാ അഞ്ജലി സോറി? താൻ ഗെയിം കളിച്ചോ? പ്ലീസ് കണ്ടിന്യൂ. വേണ്ട സാർ, ഞാൻ നിർത്തി. ഇവിടെ നിന്ന് ഗെയിം കളിക്കാനാണോ താൻ രാവിലെ ഇങ്ങോട്ട് വരുന്നത്? അല്ല സാർ. Then? Sorry sir, I won't repeat it. എന്നായിരുന്നു നല്ല പണിയെടുക്കാൻ നോക്ക്. അഞ്ചുമോളെ കിട്ടിയില്ലേ? പോടാ. എന്നോട് പോകാൻ പറഞ്ഞിട്ട് എന്നാ കാര്യം? വർക്ക് ടൈമിൽ ഇരുന്ന് ഗെയിം കളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഇനി അതിന്റെ മെക്കിട്ട് കയറിക്കോ. അയ്യോ, എന്നാടി? എടാ, കുറച്ച് മുന്നേ ജീസു എന്നോട് വന്ന് പറഞ്ഞായിരുന്നു കെവിൻ സാർ വിളിക്കുന്നുണ്ട്, സാറിന്റെ ക്യാബിനിലേക്ക് പോണെന്ന്. എന്നിട്ട് ഞാൻ ആ കാര്യം മൊത്തത്തിൽ അങ്ങ് മറന്നുപോയി. ഇനി എന്നെ കാണാത്തോണ്ട് സാർ ഇങ്ങോട്ട് എന്നെ അന്വേഷിച്ചു വന്നായിരുന്നു. അത് ആയിരിക്കും. അയ്യോ, ഇവിടെ ഇരുന്ന് കഥകളി കളിക്കാതെ എല്ലാം ഇങ്ങോട്ട്. സാർ എന്തിനാ വിളിച്ചതെന്ന് ചെന്ന് ചോദിക്ക്.
പോടി. Excuse me? I'm sorry. Can you help me with this work? Of course. എന്നാ നീ ഇവിടെ വർക്കിൽ ഹെൽപ്പ് ചെയ്യ്. ഞാൻ പോവാ, പിന്നെ വരാവേ. I had heard that you and Martin is going for the site visiting. Is that true? Yeah. Oh. I think it's clear now. Yeah. Thank you. It's okay. Sir, may I get in? എന്താ സർ വരാൻ പറഞ്ഞേ? ഓ, അതൊക്കെ ഓർമ്മയുണ്ടോ? സോറി സർ. സിറ്റ്. ആ ഫയൽസ് ഇന്ന് രണ്ടെണ്ണം എടുത്തു. ആൻഡ് യു ക്യാൻ യൂസ് ദിസ് ലാപ്ടോപ്പ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് ടു മീ. ഈ 2 ഫയൽ എടുക്കാനാണ് എന്നെ ഇവിടെ വരെ വിളിച്ചു വരുത്തിയത്. എങ്ങോട്ട് പോവാ? എൻ്റെ സീറ്റിലേക്ക്. ഇവിടെ ഇരുന്ന് എഴുതാൻ മതി. ഇവിടെ ഇരുന്ന് ചെയ്യാനോ? എന്തേ, ഇവിടെ ഇരുന്ന് പണി വരില്ലേ? എന്നായിരുന്നു ഏതോ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ ഇത്രയും ഫയലും. സംതിങ് സസ്പീഷ്യസ്. സാർ, ഓ, എന്താടോ? അപ്പൊ ഇത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട വർക്കാണോ? സാർ, ഓ, എന്താ അഞ്ജലി? സാർ, ഇത്രയും വർക്ക് ഞാൻ ഒറ്റയ്ക്കോ? ഇറ്റ്സ് അൺഫെയർ. ഓ സാർ, ഞാൻ എത്രയായി പറയുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ വെക്കാൻ? അതാകുമ്പോഴത്തേക്കും എനിക്ക് ഇതിന്റെ പകുതി പണിയെടുത്താൽ പോരെ? അതിന് ഞാനിത് മുഴുവൻ ഒരു ദിവസം കൊണ്ട് തീർക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇത് മുഴുവനും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ? അത് വേണം. എന്താ ഞാൻ മാത്രം വേറെയും ആൾക്കാരെ കൊണ്ടുവരണം? അത് ഇത് നിനക്കുള്ള പണിഷ്മെന്റ് ആയതുകൊണ്ടാ. പണിഷ്മെന്റോ? വർക്ക് ടൈമിലിരുന്ന് ഗെയിം കളിച്ചതിനുള്ള പണിഷ്മെന്റ്. പിന്നെ ടൈം വേസ്റ്റ് ചെയ്യണ്ട, ഇത്രയും ഫയൽസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതല്ലേ. എനിക്കറിയാടി, ഞാൻ നിന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലാന്ന്. പക്ഷേ ഞാൻ നിന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാനാന്ന് ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയുന്നത്. അതെങ്ങാനും പറഞ്ഞാൽ നീ എന്നെ ഓടിച്ചിട്ട് തല്ലുമല്ലോ. ചിരിക്കുന്നു. എനിക്കിട്ടുള്ള പണിയെല്ലാം കൂടെ തന്നിട്ട് ആര് സൂചിച്ചിരിക്കുക. ഇച്ഛനെ മിസ് ചെയ്യുന്നു, കാണാനൊക്കെ തോന്നുക. ഇപ്പം ക്യാബിനിൽ പോയാൽ ദേഷ്യപ്പെടുവോ ആവോ? ഡൗട്ട് ചോദിച്ചു പോയാലോ? വേണ്ട, പൊക്കും. തൽക്കാലം ഒന്ന് പോയി എത്തി നോക്കിയിട്ട് വരാം. ക്യാബിനിലില്ലേ? കാണുന്നില്ലല്ലോ. ഇതും തുറന്നിട്ടിട്ട് ഈ മനുഷ്യൻ ഇതെവിടെ പോയി? വാച്ചോ? നീ എന്താ ഇവിടെ? ദൈവമേ, ഇങ്ങേരോ?
നീ എന്താ ഇവിടെ? ഞാൻ ദൈവമേ, ഇങ്ങേരാരെ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ. ഞാൻ ചോദിച്ച കേട്ടില്ലേ, നീ എന്താ ഇവിടെന്ന്? ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോ. ഓ, ഇതുവഴി പോകുമ്പോ വെറുതെ കയറാനാണല്ലോ ഈ ക്യാബിന് ഇവിടെ ഇരിക്കുന്നേ അല്ലേ? സോറി സർ, ഐ വോണ്ട് റിപ്പീറ്റ്. റിപ്പീറ്റ് ചെയ്യരുത്. Come with me എങ്ങോട്ട്? to my cabin. എന്തിന്? ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാ മതി. ഇങ്ങർക്കിത് എന്താണാവോ? ഓക്കെ സർ. അയ്യോ, ജിമിൻ സാറിന്റെ വാച്ച് ഞാനത് തിരിച്ചു വെച്ചില്ലേ. എന്ത്? ഒന്നുമില്ല സാർ. എൻ്റെ കർത്താവേ. ഈ ഫയലിൽ നിനക്ക് വല്ല കണ്ടുപിടിച്ചുണ്ടോ? ഈ വർക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചത് ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, താൻ ഇത് ചെക്ക് ചെയ്തിരുന്നോന്ന്. അപ്പൊ താൻ പറഞ്ഞല്ലോ ഞാൻ ചെക്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റോളാന്ന്. ഇന്നത്തെ മീറ്റിംഗിൽ ഇരുന്നപ്പോഴാണ് ഇതിനകത്ത് എറർ ഉണ്ട്, മിസ്റ്റേക്സ് ഉണ്ടെന്ന് ടെവിൻ സാർ പറഞ്ഞത്. ആൻഡ് ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടാണോ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് സബ്മിറ്റ് ചെയ്യുന്നത്? തനിക്ക് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടും. മിസ്റ്റേക്കോ? ആ മിസ്റ്റേക്ക് ഇതാ എടുത്ത് നോക്ക്. സോറി സർ. നോ, ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസ്. എനിക്ക് തന്റെ സോറി ഒന്നും കേൾക്കണ്ട. ടേക്ക് ദിസ് വർക്ക് ആൻഡ് വിത്തിൻ 1 hour എല്ലാം ക്ലിയർ ഔട്ട് ആക്കിയിട്ട് കൊണ്ടു തരണം. വിത്തിൻ 1 hour ഷാർപ്പ്. സർ, ഇൻ 1 hour? നോ മോർ ഡിസ്കഷൻ. ടേക്ക് ദിസ് ആൻഡ് ഗെറ്റ് ഔട്ട്. സാർ. ഗെറ്റ് ഇൻ. കംപ്ലീറ്റ് ചെയ്തോ? യെസ് സർ. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യുമ്പോൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം എന്നുള്ളൊരു കോമൺ സെൻസ് ഇല്ലേ തനിക്ക്? ആൻഡ് ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം വർക്ക്സ് എനിക്ക് ഇനി വരാൻ പോകുന്നുണ്ട്. അതൊക്കെ താൻ ഇതുപോലെ ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ. ആൻഡ് നാളെ നമ്മളെ സൈറ്റ് വിസിറ്റിങ്ങിന് പോവും. സാർ നാളെയോ? ഒരു അരമണിക്കൂർ നേരത്തെ വരണം. വിൽ ബി ഗോയിങ് ഇൻ മൈ കാർ. ടേക്ക് ദിസ് ഫയൽ. ഇത് നാളത്തേക്ക് ആവശ്യമുള്ള സൈറ്റ് വിസിറ്റിങ്ങിന്റെ ഫയലാ. ഇതിൽ ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് തിങ്സ് മാത്രമേ ഉള്ളൂ. സോ ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. ഇതും താൻ ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ മൈൻഡ് ഇറ്റ്. ഗെറ്റ് ഔട്ട്. പോട്ടടി വീട്, നീ ഇങ്ങനെ ഇരിക്കല്ലേ? നീ എന്തായാലും അവർക്ക് കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുത്തില്ലേ, പിന്നെന്താ? എടി, എന്നാലും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എൻ്റെ യൂഞ്ചിനിയത് വീട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയും. പിന്നെ എങ്ങനെയാണോ ഞാനത് വിടുന്നത്? ഞാൻ ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ? പക്ഷെ ഞാൻ എന്ത് പണിയാണോ കാണിച്ചത്? എടി കോപ്പയും മര്യാദയ്ക്ക് ഇരുന്നോണം കേട്ടോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മനുഷ്യനെ എങ്ങനെയും സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ അവൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ക്രിക്കറ്റ് കുത്തി. ഞാൻ എന്തൊക്കെ കുറെ നേരം ഞാൻ സമാധാനിപ്പിക്കുന്നു, അവളാണ് സമ്മതിച്ചു തരുന്നുമില്ല. അല്ല പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ? അല്ല, നാളെയാണോ അപ്പൊ നിങ്ങൾ ശരിക്കും സൈറ്റ് വിസിറ്റിങ്ങിന് പോകുന്നേ? നാളെയാ പോകുന്നത്. എന്താവും എനിക്കൊരു എത്തും പിടിയില്ല. അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ടി. സൈറ്റ് വിസിറ്റിംഗ് അല്ലേ, രാവിലെ പോയിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരാം. പിന്നെ ചിലപ്പോൾ കുറച്ച് നടക്കേണ്ടി വരും. പിന്നെ അങ്ങേരായതുകൊണ്ട് പറയാൻ പറ്റില്ല എന്തൊക്കെ ഒപ്പിക്കുമെന്ന്. അതേ ഉള്ളൊരു പ്രശ്നം. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങളോട്. വേറെ എന്ത്? അങ്ങനെ വേറെന്താ നിന്നെ
പറഞ്ഞേ? ഏയ് അങ്ങേര് വേറൊന്നും എന്നോട് പറഞ്ഞില്ല. പിന്നെ എന്താ കാര്യം? അത് മെൻസ് വാച്ചോ? ഇതാട്ടുക? അത് ജിമിൻ സാറിന്റെ ആരുടെ വാച്ചാന്ന്? ജിമിൻ സാറിന്റെ വാച്ച് എങ്ങനെയായിട്ട് നിന്റെ കൈ വന്നേ? നിങ്ങൾ സെറ്റായോ? എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോടി. പോടാ ഭ്രാന്ത അവിടുന്ന്. ഞങ്ങൾ സെറ്റൊന്നും ആയിട്ടില്ല. പിന്നെ എങ്ങനെയാ സാറിന്റെ വാച്ച് നിന്റെ കൈ വന്നേ? അത് എന്റെ മോനെ, പുള്ളി എങ്ങനെയാടി കറക്റ്റ് സമയത്ത് അവിടെ വന്നേ? എനിക്കറിയാൻ പാടില്ല പുള്ളി എങ്ങനെയാണോ കറക്റ്റ് സമയത്ത് വരുന്നത്. പുള്ളി വന്ന ഒരു വെപ്രാളത്തിൽ ഞാൻ വാച്ച് തിരിച്ചു വെക്കാൻ മറന്നുപോയി. ഇത് ഞാൻ ഇനി എങ്ങനെ തിരിച്ചു വെക്കുവോ? നിങ്ങളിങ്ങനെ മാനത്തേക്ക് നോക്കിയിരിക്കുന്നത് ഞാനിത് എങ്ങനെ തിരിച്ചു വെക്കൂന്ന് പറ. എടി, ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നീ ആ വാച്ച് തിരിച്ച് വെക്കണ്ട. ഒന്ന് പോയിടി. ഞാൻ ഈ വാച്ച് തിരിച്ചു വെച്ചില്ലെങ്കിൽ ഞാനിത് മോഷ്ടിച്ച പോലെ ആവില്ലേ? ഓ എടി, നീ ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ബെസ്റ്റ്. ഇവിടെ ഒരുത്തൻ്റെ ഐഡിയ കൊണ്ട് തന്നെ എനിക്ക് ഇരിക്കപ്പുറത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അതിന് നീയും കൂടെ. ഒന്ന് പോയിടി. ഏയ്, അവൻ്റെ ഐഡിയ അത്രയ്ക്ക് മോശമൊന്നും അല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കടി. അത്രയ്ക്ക് നല്ലതും അല്ലായിരുന്നു. എടി, നീ ഇനി ഞാൻ പറയണ കേക്ക്. എന്ന് പറ. എടി, ഞാൻ അവൻ്റെ ഐഡിയ അത്ര മോശമാണെന്ന് പറയാൻ കാരണം അവൻ്റെ ആ ഒരു ഐഡിയയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ജിമിൻ സാർ ഇപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതിൻ്റെ കാരണം. നമ്മൾ ഇത്രയും നാൾ എന്തോരം പ്ലാൻസ് ഇറക്കി, ഒന്നും ആയിട്ടില്ലല്ലോ. നീ എത്ര നാളങ്ങേറെ പുറകെ ഒലിപ്പിച്ച് നടന്നു, എവിടെ പുള്ളിയുടെ രോമത്തിൽ പോലും തട്ടിയിട്ടില്ല. ഇപ്പം നീ ഒരുമാതിരി പ്രാന്ത് പിടിച്ചാലും നടന്നുകൊണ്ടാണ് പുള്ളിക്കാരനത് ഭയങ്കര പെട്ടെന്ന് ലൈക്ക് കയറി കൊണ്ടതും പുള്ളി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതും. അതുകൊണ്ട് ഈ പൊട്ടത്തി ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എടി, ഇതുപോലെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോണം. അപ്പൊ പെട്ടെന്ന് ജിമിൻ സാറിനെ വിളിക്കാൻ പറ്റും. എനിക്ക് പൊക്കിടി അവിടുന്ന്. ഞാൻ വിചാരിച്ചു എന്ത് വലിയ ആനക്കാര്യം പറയാൻ വരുവാന്ന്. ചിരിക്കാൻ എണീറ്റ് പോടാ. എടി, നീ മരിക്ക്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നിങ്ങൾ രണ്ടുമൊന്നും അടങ്ങുന്നുണ്ടോ? എടി നീ പറയ്, നീ കേക്ക്. ശരി ശരി, ആരും ഇടയ്ക്ക് കയറി എന്നെ മൂഡ് കളയരുത്. ഓക്കെ, ഫോക്കസ്. എടി, അതായത് അവൻ്റെ പ്ലാനിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ ഉള്ള ജിമിൻ സാറിൻ്റെ ഈ ഒരു റിയാക്ഷൻ. അതുപോലെ തന്നെ നീ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പുള്ളിയുടെ പുറകെ ഇനിയും പാട്ട് പാടി നടക്കണമെന്നോ? എൻ്റെ പൊന്നെ, പാട്ടൊന്നും പാടി പുറകെ നടക്കണ്ട, അത്രയ്ക്കൊന്നും പോകണ്ട. ലൈക്ക് നിന്റെ ഫ്ലേട്ടിംഗ് ഇല്ലേ, അതിൻ്റെ ലെവലൊന്ന് അപ്ഗ്രേഡ് ചെയ്താൽ മതി. എന്നുവെച്ചാ നിന്നെയും ഞാൻ ഫ്ലേർട്ട് ചെയ്യാനും പഠിപ്പിച്ചു തരണോ? സോറി, ഞാനത് ആരോടെ ഈ ചോദിക്കുന്നത്? നീ ഫ്ലേർട്ടിംഗ് ക്വീൻ അല്ലേ? പൊടി. അതായത് നീ ജസ്റ്റ് ഫ്ലേർട്ട് ചെയ്യുന്നതിൻ്റെ ആ ലെവലൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക. പിന്നെ ചാൻസ് കിട്ടുമ്പോൾ മാത്രമല്ലാതെ ചാൻസ് ഉണ്ടാക്കിയും സാറിനെ കാണാൻ വേണ്ടി പോവുക. ഓക്കെ? പിന്നെ പതുക്കെ പതുക്കെ പുള്ളി അങ്ങ് പറഞ്ഞോളും. ഇതൊക്കെ സിമ്പിൾ അല്ലേ? നടക്കും അതുവല്ലോ. എടി, നീ ട്രൈ ചെയ്യടി, ട്രൈ. നിന്റെ ട്രൈ കണ്ട് സാറ് വീഴണം. നടന്നാ മതി. എടി, പക്ഷേ ഈ വാച്ച് ഞാൻ എൻ്റെ കൈ വെക്കുന്നത് മോശമല്ലേ? ഇത് തിരിച്ചു വെക്കുന്നതല്ലേ നല്ലത്? എടി, നീ ഇപ്പൊ തൽക്കാലം നിന്റെ കൈ വെക്ക്. ഇത് തിരിച്ചു വെക്കാനുള്ള ചാൻസ് കിട്ടുമ്പോ തിരിച്ചു വെക്ക്. ഓക്കെ. അഞ്ജലി, കെവിൻ സാർ വെച്ച് നീ ക്യാബിനിലേക്ക് പോയായിരുന്നോ? ഞാൻ പോയായിരുന്നു. നീ പോയോന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്നാ ശരി. നിന്നെ കെവിൻ സാർ വിളിച്ചായിരുന്നോ? എന്തിന്? അങ്ങേര് ഈ പറഞ്ഞ പോലെ ഈ മാർട്ടിന്റെ ബാക്കിയാണ് അങ്ങേര്. ഓ മൈ ഗോഡ്, ദിസ് പീപ്പിൾ. എന്താടാ സംഭവം? എനിക്കറിയില്ല. എന്താടി? മേരെ ദേശവാസിയും, നിങ്ങളിത് കേൾക്കണം. പുള്ളി എന്നെ ക്യാബിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഞാൻ നോക്കുമ്പോൾ ടേബിളിൽ ഒരു 10-20 ഫയലൊക്കെ അടുക്കി വെച്ചിട്ട് എന്നോട് പറയുക, ആദ്യം 2 എടുത്തോ, ഈ ലാപ്ടോപ്പ് എടുത്തോ, എന്നിട്ട് അങ്ങോട്ട് മാറിയിരുന്ന് വർക്ക് ചെയ്തോളാൻ. ഞാൻ എന്താ അങ്ങേരെ ചെയ്യണ്ടേ? പറയ്, കമോൺ. എന്തിനാണ് പെൻഡിച്ചിരിക്കുന്നേ? സോറി, ഇനി ചിരിക്കില്ല.
ഹലോ അമ്മച്ചി. ആ എടാ നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ കൊച്ചിനെ വിളിച്ച് സംസാരിക്കണമെന്ന്, എന്നിട്ട് നീ എന്താ കൊച്ചിനെ വിളിക്കാഞ്ഞേ? അമ്മച്ചി അത് നീ ഒന്നും പറയണ്ട, നീ ഒട്ട് വിളിച്ചുമില്ല. ആ കൊച്ചു വിളിച്ചപ്പോ നീ ഫോൺ എടുത്ത് സംസാരിച്ചുമില്ല. ആ കൊച്ചിനെ വിളിച്ചെല്ലാം പറഞ്ഞു. അമ്മച്ചി ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ട. ഈ പോക്കാണെങ്കിൽ ഞാൻ നിന്നെ വരെ പള്ളിയിലച്ചാക്കാനും ചേർക്കും. അമ്മച്ചി ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നൊന്ന് സമാധാനത്തോടെ കേൾക്കാവോ? പറ. ഞാൻ ആ കൊച്ചു വിളിച്ചിട്ട് കോൾ എടുക്കാത്ത വേറൊന്നും കൊണ്ടല്ല അമ്മച്ചി. എനിക്ക് വേറൊരു കൊച്ചിനെ ഇഷ്ടം. ആ അമ്മച്ചി. എന്റെ പുണ്യാള, എനിക്ക് ഇപ്പഴാ സമാധാനമായേ. എന്നാ നീ ഇത് ആദ്യം എന്നോട് പറയണ്ടേ? നീ എന്നോട് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നാട് നീളം നിനക്ക് വേണ്ടി പെൺപിള്ളേരെ അന്വേഷിച്ച് നടക്കുമായിരുന്നോ? നീ എന്ന് ചിരിച്ചോ? അല്ല, കൊച്ചു നമ്മുടെ കൂട്ടരാണോ? ആ അതെ അമ്മച്ചി. സമാധാനമായി. അല്ല, കൊച്ചിന്റെ പേരെന്നാ? യൂഞ്ചി. ആ യൂഞ്ചി. എടാ പിന്നെ മോളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം കേട്ടോ. അമ്മച്ചി അത് എന്താടാ? ഞങ്ങളങ്ങനെ പ്രേമത്തിലൊന്നും അല്ല. ആ എന്ന് വെച്ചാ? ഞാൻ അവളോട് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ കൊച്ചിന് അറിയില്ലേ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്? ഇല്ല. അത് ശരി. നീ ഇതുവരെ കൊച്ചിനോട് പറഞ്ഞില്ലേ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്? ഇല്ല. ആ വേണ്ടടാ, നീ പറയണ്ട. എടാ ചെറുക്ക, മര്യാദയ്ക്ക് ആ കൊച്ചിനോട് നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതിനെ മുന്നേറ്റിയും കൊണ്ടുവന്നേക്കണം. ഇപ്പൊ തന്നെ മുക്കി പല്ല് മുളച്ചു. നിനക്ക് നിന്റെ വയസ്സ് എത്ര വല്ല ബോധമുണ്ടോ? നിന്റെ ഈ പ്രായത്തിൽ നിന്റെ അപ്പൻ, അതായത് എന്റെ ഇച്ചായൻ, എന്നെ കെട്ടി എനിക്ക് നിങ്ങളെ പോലെ 2 മുട്ടക്കോടം പിള്ളേരെയും തന്നിട്ടുണ്ടായിരുന്നു. നീ ഇങ്ങനെ നടന്നോ അപ്പന്റെ പേര് നശിപ്പിക്കാനായിട്ട്? ഓ എന്റെ അമ്മച്ചി, എനിക്ക് കുറച്ച് സമയം എന്താ? ശരി, ഒരു 2 മാസം ഞാൻ തരും, അതിൽ കൂടുതലില്ല. മതി, അത് മതി. ആ പിന്നെ നിന്റെ ഈ ഊച്ചാളി സ്വഭാവം കൊണ്ട് ആ കൊച്ചിനടുത്തേക്ക് ചെല്ലരുത്. കുറച്ച് ചിരിച്ചൊക്കെ സംസാരിക്കണം കേട്ടോ. ആ അമ്മച്ചി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ശരി. ഇതെത്ര ക്രോസ് ചെക്ക് ചെയ്തിട്ടൊരു തേങ്ങ മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങനോട് ചോദിച്ചാലോ? സാർ സാർ, എനിക്ക് ഫയലിലൊരു ഡൗട്ട്. നോക്കട്ടെ. ഓക്കെ, അതവിടെ വെച്ചോ. ഈ വർക്ക് ഞാൻ ചെയ്തോളാം, താൻ വേറെ വല്ലതും എടുത്ത് ചെയ്തോ. ഓക്കെ സാർ. ഇത് കൊള്ളാലോ. എല്ലാവർക്കും എനിക്ക് ഡാറ്റ കണ്ടുകൊണ്ട് കിടത്താലോ. ആ, ഞാൻ തന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി. ഇനി വരാൻ പോകുന്ന വർക്കിലൊക്കെ താനായിരിക്കും എന്നെ അസിസ്റ്റ് ചെയ്യുന്നത്. തനിക്കത് കുഴപ്പമില്ലല്ലോ? ഇല്ല സാർ. എനിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ തന്നെ വിളിക്കും. അപ്പോൾ താൻ വരണം. ഓക്കെ? അത് വേണ്ടായിരുന്നു. അല്ല, ഈ ഹെൽപ്പ് എന്ന് ഉദ്ദേശിച്ചത് എന്തൊക്കെയാന്ന് ആലോചിക്കായിരുന്നു. ഇങ്ങനൊരു എന്താ ചെയ്യുന്നേ? എന്തൊക്കെ ഹെൽപ്പാന്ന് ചോദിച്ചാ എന്തൊക്കെ ഹെൽപ്പ് തനിക്ക് ചെയ്യാൻ പറ്റും? അത് സാർ പറഞ്ഞാലല്ലേ അറിയൂ. ബട്ട് ഞാൻ പറയുന്ന ഹെൽപ്പ് തനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അത് ഈശ്വര, ഇങ്ങനെന്താ സാർ? ഞാനിപ്പോഴോർത്തെ എനിക്ക് കുറേ വർക്കുണ്ട്. എന്നാൽ ഞാനങ്ങോട്ട് പൊക്കോട്ടെ. എങ്ങനെ പോവും? ഈ കൈയെടുത്ത് മാറ്റുമായിരുന്നെങ്കിൽ ഞാനങ്ങ് മാറി നിന്നേനെ.
സോറി സാർ. ഞാൻ ഈ ഫയൽ എടുക്കാൻ വന്നതാ. ശ്ശേ, ഞാൻ വേറെന്തോ വിചാരിച്ചു. ഉം? ഒന്നുമില്ല. അല്ല, താനെന്താ ഓർത്തേ? ഞാനൊന്നും ഓർത്തില്ല. അത് കണ്ടാലും പറയൂ. നേരത്തെ ചെയ്തു നിർത്തിയ വർക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്തോ? ഓക്കെ സാർ. പാവം, പേടിച്ചു പോയെന്ന് തോന്നുന്നു. ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി അടുത്ത് പോയപ്പോഴത്തേക്കും എൻ്റെ പെണ്ണ് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി. വെയിറ്റ്, അപ്പോൾ